നിന്നെയൊക്കെ എതിരായി കൂടി പഠിപ്പിച്ച് ഇത്ര വലുതാക്കിയത്. നീ ഒന്നും ഇന്ന് മുതൽ ഈ വീട്ടിന്റെ പണിയിലോട്ട് ഇറങ്ങത്തില്ല. അതിനകത്ത് ഒരു സംശയം നിന്റെ അടുത്ത് ചോദിച്ചില്ല. നീ ചോദിക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഒരു മാരണങ്ങളെ മനുഷ്യരെ നാളെ കെട്ടാൻ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നടത്തത്തില്ല. വരണം. ഐഷക്ക് കൊണ്ടുവന്നതാണ്. കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിലെതിരെ നിൽക്കാൻ മാത്രം ഒന്നും എന്റെ കയ്യിൽ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ത പറയുന്നുണ്ടോന്ന് തോന്നരുത്. നിങ്ങളുടെ മകളായിരുന്നു ഇതേപോലെ കാണിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ക്ഷമിക്കുമായിരുന്നു. പൊന്നെ കരള എന്ന് പറഞ്ഞ കൊച്ചിനെ മുതൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതാണ്. അത് ഇവിടെ ഒരു മുട്ടുസൂചി വാങ്ങുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിലേ നടന്നിട്ടുള്ളൂ. ഏതൊരു കാര്യമായാലും ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ കൊടുക്കണോ അതെല്ലാം അതിന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. അത് ഇവനായാലും ശരി ഞാനായാലും ശരി. പാപ്പ ഉമ്മ ഇല്ലാതെ വളർന്നതാണ്. ഈ പറയുന്ന അപ്പാർട്ട്മെന്റ് പോലും ഞങ്ങൾ എത്രയോ 100 ആയിരക്കണക്കിനെണ്ണം നോക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ഫൈനലൈസ് ചെയ്തത്. അത് ഓരോ കാര്യങ്ങളും ഞങ്ങൾ നൊമ്പരപ്പെട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു വെക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു പെങ്ങളാണ്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറയാനില്ല. ഇങ്ങനെ പെങ്ങൾ മുൻപിൽ നോക്കുക. ആ 100% ഉറപ്പാണ്. ചെറുപ്പം മുതലേ വീടിന്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവർക്ക് എനിക്ക് തോന്നിയത് ഈ കുട്ടിക്ക് കിട്ടാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ആണെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ മുന്നിട്ട് വന്നത്. ഞാൻ അവനെ ആദ്യം നിരുത്സാഹപ്പെടുത്തിയതാണ്. പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ എനിക്ക് അതിൽ തെറ്റൊന്നും പറയാനുണ്ടായില്ല. നിങ്ങളുടെ പെങ്ങൾക്ക് വന്ന എല്ലാവരും ബെസ്റ്റ് ആണെങ്കിൽ ഇവൻ നിങ്ങളുടെ പെങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും. സംസാരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ. അപ്പൊ നമ്മളിത് ഐഷക്ക് കൊടുത്തിട്ട് കണ്ടിട്ട് നിങ്ങളെ തീരുമാനം എടുത്തോളെ. പക്ഷെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പരിമിതികൾ കുറക്കണമല്ലേ നല്ലത്. നിങ്ങൾ എന്തേ ചൂട്ടത്ത് വന്നിരിക്കണത് ഐഷ മോളെ? ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. ഇതുപോലെ മക്കൾക്കും പെങ്ങന്മാർക്കും ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. പക്ഷെ ദുബായിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ചൂടിനെ വെല്ലുന്നതായിരിക്കണം. അതാണ് ഈ ബാൽക്കണിയുടെ പ്രത്യേകത. പുറത്ത് എത്ര ചൂടായാലും അതിന്റെ പകുതി മാത്രമാണ് ഈ ബാൽക്കണിയിൽ അടിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും. അപ്പൊ ഇത് ഏതാണ് പ്രൊജക്ട്, ഏതാണ് ഡെവലപ്പർ, ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, പേയ്മെന്റ് പ്ലാൻ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.